ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എനർജിക്സ് ഓർഗാനിക്കിൻ്റെ ആക്ഷൻ പ്ലാനിലെ 7ാമത്തെ മൊഡ്യൂളാണ് കേട്ടോ. ഇന്ന് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത് സ്കിന്ന് ടൈപ്പ് അറിയുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് കേട്ടോ. സ്കിൻ ടൈപ്പ് അറിയേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് ഹെർബൽ ബിസിനസ്സിൽ എന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ അലോപ്പതിയോ ആയുർവേദമോ ഏത് ചികിത്സ നമ്മൾ തേടുമല്ലോ. അപ്പോൾ ഒരു രോഗിക്ക് എല്ലാ മരുന്നും എല്ലാ രോഗികൾക്കും പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഈ ഫേസ് ക്രീം, അതുപോലത്തെ സ്കിൻ കെയർ പ്രോഡക്റ്റിൻ്റെയും കാര്യം. എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും പറ്റൂല. അത് പറ്റണ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അപ്പോഴേ നമുക്ക് അതിൽ യോജിച്ച സ്കിന്നിന് യോജിച്ച പ്രോഡക്റ്റ് നമുക്ക് പ്രിപ്പയർഡ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം. അതിനുള്ള ഒരു അറിവ് നമുക്ക് വേണം. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫേസ് ക്രീം എല്ലാ സ്കിന്നിനും ഒരുപോലെ റിസൾട്ട് തരില്ല. അപ്പോൾ ഓരോ സ്കിന്നിനും മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ചെയ്യാൻ നമുക്കറിയണം. സ്കിൻ ടൈപ്പ് അറിയാതെ നമ്മൾ പ്രോഡക്റ്റ് തയ്യാറാക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും ഫോർമുലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇരുട്ടിൽ അമ്പ് ചെയ്യുന്നത് മാതിരിയാണ് കേട്ടോ. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് നല്ലോണം അവഗാഹം അറിവുള്ളവരായിരിക്കണം. സ്കിൻ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? എന്നാൽ സ്കിൻ ടൈപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്ന് എത്രത്തോളം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാണ് സ്കിൻ ടൈപ്പ് എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സ്കിന്നിൽ വാട്ടർ എത്രത്തോളം നിലനിർത്താൻ കഴിയുന്ന സ്കിന്നാണ്. അതുപോലെ തന്നെ കരിയർ എത്ര നിലനിൽക്കും, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റിനോട് എങ്ങനെയാണ് സ്കിന്ന് പ്രതികരിക്കുന്നത്, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കുക. ഒക്കെ നമുക്ക് അറിയണതാണ്. ഇതൊക്കെ ഓരോരുത്തരിലും ഓരോ ലെവലിലായിരിക്കും. എല്ലാം വ്യത്യസ്തമായിരിക്കും അല്ലേ? എന്നെപ്പോലെ ആയിരുന്നില്ല നിങ്ങളെപ്പോലെ ആവില്ല മറ്റവരെ പോലെ ആവില്ല വേറെ പലരും. അതുപോലെ ഓരോരുത്തരും അതൊക്കെ ആപേക്ഷികമായിരിക്കും. സ്കിൻ ടൈപ്പ് നമ്മൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അതിന് ജെനറ്റിക് തന്നെയാണ് കേട്ടോ. നമ്മൾ ജനിക്കണ നമ്മളെ മാതാപിതാക്കളുടെ സ്കിൻ ടൈപ്പിനോട് നമുക്ക് നല്ല സാദൃശ്യം ഉണ്ടാവും. രണ്ടാമതായിട്ട് ഹോർമോൺ ലെവലിലുള്ള ചേഞ്ചിങ് ഉണ്ടാവും. തന്നെ ടീനേജ് പ്രായം, അതുപോലെ പ്രഗ്നൻസി സമയം, അതിലൊക്കെ ഓരോ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള സ്കിന്നായിരിക്കും. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് കൂടുതൽ, നമ്മുടെ കേരളക്കാർക്ക് കൂടുതൽ ഓയിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. തണുപ്പുള്ള പ്രദേശത്തൊക്കെ ജീവിക്കുന്നവർക്ക് കൂടുതലായിട്ടും കാണുന്നത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. നമ്മളെ പ്രായത്തിനനുസരിച്ചും സ്കിന്ന് വ്യത്യാസപ്പെടും കേട്ടോ. നമ്മളെ ഓരോ പ്രായത്തിനനുസരിച്ചും നമ്മുടെ സ്കിന്നിന് വ്യത്യാസം വരും. കുട്ടികളായ സമയത്ത് ഉള്ള ഒരു സ്കിന്നായിരിക്കില്ല ടീനേജിൻ്റെ സമയത്തുള്ള ഒരു സ്കിന്നായിരിക്കില്ല നമ്മൾ വാർദ്ധക്യത്തിൽ. അതുപോലെ ഓരോ സമയത്തിനനുസരിച്ച് സ്കിന്നിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വ്യത്യാസപ്പെടുന്നത് നമ്മളെ ജീവിത രീതിക്കനുസരിച്ചാണ്. സ്കിന്നിന് നല്ല വ്യത്യാസം ഉണ്ടാകാൻ സാധ്യത. ഭക്ഷണം, ഉറക്കം, സ്ട്രെസ്സ്, അതുപോലെ തന്നെ നമ്മുടെ ജോലി, അതുപോലെ നമ്മളെ മാനസിക സമ്മർദ്ദം, സ്മോക്കിങ്, അതുപോലെ എക്സസൈസ്, ഇതെല്ലാം സ്കിന്നിനെ ബാധിക്കും. അപ്പം നമ്മൾ സ്കിൻ ടൈപ്പ് അറിയാതെ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്താൽ, സ്കിൻ ടൈപ്പ് അറിയാതെ നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഓയിലി സ്കിന്നുള്ള ഒരാൾക്ക് ഡ്രൈ സ്കിന്നിനുള്ള സൊല്യൂഷൻ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അവരുടെ ഓയിൽ എന്താവും? ഡ്രൈ സ്കിന്നുള്ള ഒരാൾക്ക് ഓയിലി സ്കിന്ന് ഉള്ള പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവരുടെ സ്കിന്ന് ഒന്നും കൂടി ഡ്രൈ ആവും. അതിൻ്റെ ഇറിറ്റേഷൻ കാരണം കസ്റ്റമർ നമ്മളോട് പറയും, ഈ പ്രോഡക്റ്റ് എനിക്ക് പറ്റില്ല, ഇത് എൻ്റെ ശരീരത്തിനിത്, എൻ്റെ സ്കിന്നിന് ഇത് താങ്ങണില്ല, എൻ്റെ സ്കിന്നിന് ഇങ്ങനെ വരികയാണ്, പിമ്പിൾസ് വരികയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരികയാണ്, ഡാർക്ക്നെസ് വരികയാണ്, പല പ്രശ്നങ്ങളും അതിൽ വരാൻ സാധ്യത. അതുപോലെ തന്നെ ഓയിലി സ്കിന്നിനുള്ള ഒരാൾക്ക് നമ്മൾ
പിന്നെ ഡ്രൈ സ്കിന്നിനുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഓയിൽ അധികം വന്നിട്ട് അവർക്ക് പിമ്പിൾസും അതുപോലെ പല ബുദ്ധിമുട്ടും വന്നിട്ട് ആക്നെയൊക്കെ കൂടുതൽ വന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അവർക്കും അത് ഒരു പ്രശ്നമായി തീരും. അപ്പോൾ സ്കിൻ ടൈപ്പുകൾ 5 വിധമാണ്. ഒന്നാമത്തെ അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെ സ്കിൻ ടൈപ്പുകളാണ് ഉള്ളത് എന്ന്. ഏതൊക്കെ സ്കിൻ ടൈപ്പുകളാണ് ഉള്ളത്? 5 സ്കിൻ ടൈപ്പുകളാണ് ഇട്ടുള്ളത്. ഒന്ന് നോർമൽ സ്കിന്ന്, മറ്റത് ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, സെൻസിറ്റീവ് സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്. ഇങ്ങനെ 5 സ്കിന്നുകളാണ്. സാധാ ഒരു ഇതിലും പ്രത്യേകതയുള്ള സ്കിന്നുകളൊക്കെ ഉണ്ടാവും, എന്നാലും 5 സ്കിന്നുകളായിട്ടാണ് നമ്മൾ തരം തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റത്താണ് നോർമൽ സ്കിന്ന്. നോർമൽ സ്കിന്നെന്ന് പറഞ്ഞാൽ അത് പിന്നെ നല്ലോണം വാട്ടറിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഓയിലി കണ്ടൻറ്റ് കുറവായിരിക്കും, ഡ്രൈ കുറവായിരിക്കും, വല്ലാതെ ഡ്രൈ ആവില്ല. അപ്പോൾ അതൊക്കെ നോർമൽ ചെയ്യണ ഒരു സ്കിന്നിനെയാണ് നമ്മൾ നോർമൽ സ്കിന്ന് എന്ന് പറയുക. അതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കും ആ സ്കിന്ന്. രണ്ടാമത്തത് ഓയിലി സ്കിന്നാണ്. ഓയിലി സ്കിന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓയിൽ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പിമ്പിൾസ്, ആഗ്നകളൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. അതുപോലെ സ്കിന്നിന് നല്ലൊരു ഷൈന് ഉണ്ടാവും, ഒരു തിളക്കം ഉണ്ടാവും. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിന്നെന്ന് പറഞ്ഞാൽ അതിൽ ഓയിൽ കണ്ടൻറ്റ് തീരെ ഉണ്ടായിരിക്കില്ല, വളരെ കുറവായിരിക്കും. അതുപോലെ വാട്ടർ കണ്ടൻറ്റും കുറവായിരിക്കും, ഒരു റഫായിരിക്കും, സ്മൂത്തൊക്കെ വളരെ കുറവായിരിക്കും. പിന്നൊരു ടഫായിട്ട് ഇങ്ങനെ തോന്നും നമുക്ക്. കോമ്പിനേഷൻ സ്കിന്നെന്ന് പറഞ്ഞാൽ ഡ്രൈയും ഓയിലും കൂടി ചേർന്നൊരു സ്കിന്നായിരിക്കും. ആ ചീക്കൊക്കെ നല്ല ഒരു ഡ്രൈ ആയിട്ടാണ് ആ സ്കിന്നിന് ഫീൽ ചെയ്യുക. അതല്ലാത്തതൊക്കെ ഓയിലി ആയിട്ട് ഒരു ഫീൽ ഉണ്ടാവും. പിന്നല്ലേ സെൻസിറ്റീവ് സ്കിന്നാണ്. സെൻസിറ്റീവ് സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സാധനങ്ങളൊന്നും അവർക്ക് പറ്റില്ല, ഇച്ചിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇറിറ്റേഷൻ കൂടുതലായിരിക്കും. ഈ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നമുക്ക് ഈ ഫ്രാഗ്രൻസ്. അപ്പം സാധാരണഗതിയിൽ നമ്മൾ സ്കിന്നെങ്ങനെ മനസ്സിലാക്കുക എന്ന് ഞാൻ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം സ്കിന്നെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് തുടച്ചിട്ട് നോക്കുക നമ്മുടെ ഈ ഡ്രൈ സ്കിന്നാണോ, ഡ്രൈ ആയിട്ടാണോ നമുക്ക് തോന്നുന്നത്, അതല്ല ഓയിലി കണ്ടൻ്റ് ഉള്ള ഓയിലി കൊണ്ട് ഇതാണോ തോന്നുന്നത്, അതുപോലെ രണ്ടും കൂടിയാണോ തോന്നുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകി നോക്കിയിട്ട് മനസ്സിലാക്കുക. ഒരു ടൈറ്റൊക്കെയാണ് കാണിക്കണത്, നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ടൈറ്റൊക്കെയാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്. ടൈറ്റൊന്നുമില്ല, അതൊരു ലോലമായിട്ടാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണ്. അത് ടൈറ്റും ഉണ്ട്, ചെറിയൊരു ഒരു ഇതുണ്ടെങ്കിൽ അവർക്ക് കോമ്പിനേഷൻ സ്കിന്നാണ്. അങ്ങനത്തെ ഒരു ഫീലിങ്ങും ഇല്ലെങ്കിൽ ഓരോ നോർമൽ സ്കിന്നാണ്. പോലെ തോന്നുകയാണെങ്കിൽ ഓൾക്ക് സെൻസിറ്റീവ് സ്കിന്നാണ് എന്നൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറിയ രീതിയിൽ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റണം. രണ്ടാമത്തെ ഒരു രീതി, നമ്മൾ പേപ്പർ എടുത്തിട്ട് തുടച്ച് നോക്കുക. നമ്മുടെ സ്കിന്നിൽ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് നമ്മൾ തുടച്ച് നോക്കുക. എൻ്റെ സ്കിന്നൊക്കെ ആർക്ക് കണ്ടാലും അറിയും ഓയിലി സ്കിന്നാണ് എന്നുള്ളത്. മൂന്നാമതായിട്ട് ചെയ്യാറുള്ളത്, ഏതൊരു കസ്റ്റമറോട്, ഇപ്പോഴൊക്കെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സെൻസിറ്റീവുള്ള കാലമാണ്. അപ്പം അവരോട് ചോദിക്കുക നിങ്ങളുടെ സ്കിന്ന് ഏതാണ് എന്ന്. അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഓയിലാണോ, ഡ്രൈ ആണോ, കോമ്പിനേഷനാണോ, കോമ്പിനേഷൻ സ്കിന്നാണോ, മറ്റോ ആണോ, നോർമൽ സ്കിന്നാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവർ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോയപ്പം കിട്ടിയ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും അലർജികളോ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ഏതൊരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളടുത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് കസ്റ്റമറുടെ സ്കിന്ന് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആദ്യം നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യല്ല വേണ്ടി, അവരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവരുടെ സ്കിന്ന് നമ്മൾ ആദ്യം ചോദിക്കണം. പിന്നെ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ചോദിക്കണം. പിന്നെ ഉറക്കം എങ്ങനെയാണ് ചോദിക്കണം. അതുപോലെ തന്നെ അവരുടെ ഏജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലവണ്ണം അവരോട് ചോദിച്ചു. കസ്റ്റമർ റിസൾട്ട് എന്ന് പറഞ്ഞാൽ റിയൽ പ്രോഡക്റ്റ്, റിയൽ ഫോർമുലേഷൻ, റിയൽ ഇൻഗ്രീഡിയൻറ്റ്, റൈറ്റ് യൂസേജ്, റൈറ്റ് പ്രോപ്പർ ഇൻഗ്രീഡിയൻറ്റ്,
കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഉപയോഗം. ഓരോ സ്കിന്നിനും അനുയോജ്യമായ പ്രൊഡക്റ്റുകൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കുക. ശരിയായ പ്രൊഡക്റ്റ് ശരിയായ ഒരാൾക്ക് എത്തിക്കലാണ് നമ്മുടെ മികവ്. അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ ഫോർമുലേഷൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരാളാവുള്ളൂ. ഒരു പ്രൊഫഷണൽ ഹെർബൽ കൺസൾട്ടൻ്റ് ആവണമെങ്കിൽ നമുക്ക് ഈ ആദ്യ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. കൂടുതൽ കാര്യങ്ങൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്കിന്നിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ